ഒരു ഓൺടർപ്രണറിന്റെ ശരിക്കും സക്സസും ഫെയിലിയറും തമ്മിലുള്ള ആ ഗ്യാപ്പ് അതുണ്ടല്ലോ. ഈ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ്. കാരണം എടുത്തൊരൊറ്റ തീരുമാനത്തിലായിരിക്കും ചിലർ അതിഗംഭീരമായി വളർന്നേക്കണതും ചിലർ ശക്തമായി പരാജയപ്പെടണം. അത്രയും ക്രൂഷ്യൽ സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകോത്തര കമ്പനികൾ, ഇപ്പോൾ നമ്മൾ ഫോർച്യൂൺ 500 കമ്പനീസ് എന്നൊക്കെ പറയും, വേൾഡിലെ വലിയ കമ്പനികൾ, ഈ കമ്പനികളിലെ സിഇഒമാർ ഡിസിഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് ഉറപ്പായിട്ടും ഊഡ ലൂപ്പ് എന്നാണ് എൻ്റെ പേര്. ഊഡ. ഒമഡർ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കംപ്ലീറ്റ്ലി ഓരോ പ്ലേലിസ്റ്റും ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വലിയൊരു ആക്സെപ്റ്റൻസ് ചില റീൽസ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് അല്ലേ. ആളുകൾക്ക് പുതിയ മെത്തേഡുകൾ, അതായത് ഓരോ വാക്കുകളിലൂടെ ഓരോ മെത്തേഡുകൾ പഠിപ്പിക്കലാണ് രഞ്ജിത്ത് ഭായ്. അപ്പം നമുക്കിന്നേ ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ഡിസിഷൻ എടുക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ രഞ്ജിത്തും കൂടെ ഒരു ഡിസ്കഷനിൽ ലോകത്തുള്ള ഓൺട്രപ്രണേഴ്സ്, വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ ഡിസിഷൻ എടുക്കാനായിട്ട് ഉപയോഗിച്ച ചില മെത്തേഡുകളുണ്ട്. അതിനെക്കുറിച്ചാണ് തീരുമാനം. എന്തായാലും ഇപ്പൊ സംസാരിച്ച വിഷയം വളരെ റെലവെന്റ് ആണ്. ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ ഭായിയോടും വളരെ നന്ദിയുണ്ട്. കാരണം ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന വേണ്ടത്. അല്ല രഞ്ജിത്ത്, ഇതിനകത്തെ ഇപ്പൊ രഞ്ജിത്ത് തമ്മിൽ എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പ്രൊഫൈലിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ്. അപ്പോൾ പല ആളുകൾ ചോദിക്കും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഒന്നും പേടിക്കണ്ട. അവർ നമ്മളിലൂടെ രക്ഷപ്പെടേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിരിക്കും. അങ്ങനെ വേണമല്ലോ, അല്ലേ? നമുക്ക് ഇത്രയും ഫെസിലിറ്റി ഒക്കെ പടച്ചു തന്നേക്കുന്നതല്ലേ. നമ്മുടെ സന്തോഷം. അവ ചോദിച്ച കാര്യത്തിലേക്ക് വരാം. ഓൺടർപ്രണേഴ്സ് ഡിസിഷൻ എടുക്കുന്നു. കാരണം ഒരു ഓൺടർപ്രണറിന്റെ ശരിക്കും സക്സസും ഫെയിലിയറും തമ്മിലുള്ള ആ ഗ്യാപ്പ് അതുണ്ടല്ലോ. ഈ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ്. കാരണം എടുത്തൊരൊറ്റ തീരുമാനത്തിലായിരിക്കും ചിലർ അതിഗംഭീരമായി വളർന്നേക്കണതും ചിലർ ശക്തമായി പരാജയപ്പെടണം. അത്രയും ക്രൂഷ്യൽ സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകോത്തര കമ്പനികൾ, ഇപ്പോൾ നമ്മൾ ഫോർച്യൂൺ 500 കമ്പനീസ് എന്നൊക്കെ പറയും, വേൾഡിലെ വലിയ കമ്പനികൾ, ഈ കമ്പനികളിലെ സിഇഒമാർ ഡിസിഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് ഉറപ്പായിട്ടും ഊഡ ലൂപ്പ് എന്നാണ് എൻ്റെ പേര്. ഊഡ. നാല് കാര്യങ്ങളാണ്. ഉഡായിപ്പല്ല, OODA. ഊഡ ലൂപ്പ് എന്നാണ് എന്നെ വിളിക്കുന്നത്. ഒരു ലൂപ്പാണ്. ഓക്കെ. ഈ ഊഡ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം വെച്ചാൽ, ആദ്യത്തെ O എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ആൾക്കാർ പലപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും ചാടിപ്പടഞ്ഞ് തീരുമാനം എടുക്കണം. അതിന് പകരം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടോ, കമ്പനിയിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും മുൻ കാലഘട്ടങ്ങളിലേക്ക്. ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക് അവരുടെ ജീവിതത്തിലെ മുൻ കാലഘട്ടങ്ങളിലെ വിവരങ്ങളൊന്ന് ശേഖരിക്കുന്നതാണ് ഈ ഒബ്സർവ് എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പോൾ മുൻ മാസങ്ങളിലെ, മുൻ വർഷങ്ങളിലെ, മുൻ കാലഘട്ടങ്ങളിലേക്ക് ചില ഡാറ്റകളോ ഇൻഫർമേഷനോ ആയിരിക്കാം. ഒബ്സർവ് ചെയ്യുന്നു. ഈ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വിവരം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ പേരാണ് ഓറിയന്റ് എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യുക. കിട്ടിയ ഇൻഫർമേഷനോ ഡാറ്റയോ ഒന്ന് വിശകലനം ചെയ്യുക. എന്താണ് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്? ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രെൻഡോ ഒരു പാറ്റേണോ നമുക്ക് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് D for ഡിസൈഡ്. എന്നിട്ട് അവിടെയാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ഈ തീരുമാനം എന്ന് പറയുമ്പോഴും അവിടെ ഒരു ചലഞ്ച് ഉണ്ട്. ഫുൾ തീരുമാനത്തിലേക്ക് പോണേക്കാൻ മുമ്പ് നമ്മൾ എടുത്തൊരു തീരുമാനം ഉണ്ടല്ലോ, നമ്മുടെ കോർ ടീമൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുക. നമ്മളുമായിട്ട് നമ്മുടെ ബിസിനസ്സിൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ആളുകളോട് ഇതാണ് എൻ്റെ തീരുമാനം എടുക്കാൻ പോണത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഇതിലേക്ക് കൊണ്ടുവരാനുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു പേഴ്സ്പെക്റ്റീവിൽ എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും. ഇതാണ് ഡിയിലെ റോള്. അവിടെ വെച്ച് ഈ ആളുകളുടെ എല്ലാ അഭിപ്രായം എടുത്തുകൊണ്ട് ഇതിനെ ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാക്കി മാറ്റിയിട്ട് നെക്സ്റ്റ് ഈസ് A for ആക്ട്. ആക്ഷൻ എടുക്കണം. ഇത് നടപ്പിലാക്കണം. നമ്മൾ എടുത്ത തീരുമാനം നടപ്പിലായാലല്ലേ പിന്നീട് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇതാണ് സംഭവം ഊഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒബ്സർവ്, ഓറിയന്റ്, ഡിസൈഡ് ആൻഡ് ആക്ട്. ഇനി ഇത് പറയുമ്പോൾ ഇതിലൂടെ വേണം തീരുമാനം എടുക്കാൻ. ഈ ഊടയിലൂടെ എടുത്താൽ, നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യമുണ്ടല്ലോ, എങ്ങനെയാ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്ന മെത്തേഡ്, അതിന്റെ ഒരു റീസണും കൂടെ പറയാം. 3 കാര്യങ്ങൾ കണക്റ്റഡ് ആണ് ഇതുമായിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ദ പാസ്റ്റ്, പ്ലാൻ ദ ഫ്യൂച്ചർ ആൻഡ് ആക്ട് ടുഡേ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുൻ കാലഘട്ടങ്ങളെ വിശകലനം ചെയ്യുക. മുൻ കാലഘട്ടത്തെ പറ്റി പഴിചാരിയോ അയ്യോ തകർന്നല്ലോ, തീരുമാനം തെറ്റിയല്ലോ എന്ന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് വിശകലനം, പഠനത്തിന് വേണ്ടി അത് ചെയ്യുക. ഫ്യൂച്ചറാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഭാവി എങ്ങനെയായിരിക്കണം, ഭാവി ഡിസൈൻ ചെയ്യുക. ഡിസൈൻ ചെയ്ത് വെച്ച്
സ്വപ്നം കണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. ആക്ട് ടുഡേ. ഇന്ന് എന്തെങ്കിലും ആക്ഷൻ അതിൻ്റെ മുകളിൽ എടുക്കണം. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെ റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിങ്ങും എടുക്കുന്ന ആക്ഷനും എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓൺട്രപ്രണേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഊഡാ ലൂപ്പ്. അപ്പോൾ ഈ ഊഡാ ലൂപ്പിലൂടെയാണ് നിങ്ങൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. ഉറപ്പായിട്ടും അത് ശാസ്ത്രീയമായിട്ടൊരു വിശകലനമാണ്. നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശാസ്ത്രീയമായ ടൂൾ എന്ന് പറയുമല്ലോ. അപ്പോൾ ആ തീരുമാനം കുറച്ചും കൂടെ നമ്മൾ എടുക്കുന്നത് വെറുതെ ഒരു ഗട്ട് ഫീലിംഗ്, ഒരു മനസ്സിലൊരു തോന്നൽ കൊണ്ട് മാത്രമായിരിക്കില്ല, വ്യക്തമായ വിശകലനത്തെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ തീരുമാനം വിജയിക്കാനുള്ള ചാൻസസ് കൂടുന്നു. അപ്പോൾ ഈ ലോകത്തുള്ള വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ ഡിസിഷൻ എടുക്കുന്നത് ഇങ്ങനെയാണല്ലേ? ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഇത് വളരെ ഫേമസ് ആണ്. വലിയ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ഊഡാ ലൂപ്പിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. വലിയ യൂണിവേഴ്സിറ്റികൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരുപാട് റിസർച്ച് മെറ്റീരിയൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത ഊഡാ ലൂപ്പിനെ പറ്റി എല്ലാ വിവരങ്ങളും കാണാം. നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അടിപൊളി. അപ്പോൾ തീരുമാനം നിങ്ങളിപ്പോൾ ഇനി ഒരു നമ്മുടെ നാട്ടിലെ സംരംഭകത്തിലേക്ക് വരുന്ന ആളുകളോ തീരുമാനം എന്തായാലും ഇമ്പോർട്ടൻസ് ആണല്ലോ. കറക്റ്റ്. എടുക്കുമ്പോൾ ഈ ഊഡാ ലൂപ്പിലൂടെ ഒന്ന് എടുക്ക് അല്ലേ? ഇനി ഇപ്പം നിങ്ങൾ കണ്ടിട്ട് എടുത്തതിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യട്ടെ അവര്. ഉറപ്പായിട്ടും. അപ്പം ഇതുവരെ നമുക്ക് ഓരോ എപ്പിസോഡിലും ഇങ്ങനത്തെ വ്യത്യസ്ത രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.